ഹലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെഡിക്കൽ ടെർമിനോളജിയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. സോ ഈ വീഡിയോയിൽ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ 3 ബേസിക് പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 3 ബേസിക് പാർട്സും വെച്ചിട്ടുള്ള മെഡിക്കൽ ടേംസിനെ കുറിച്ചാണ് പറയുന്നത്. സോ നമ്മളിവിടെ ആദ്യം പ്രിഫിക്സ് റിലേറ്റഡ് മെഡിക്കൽ ടേംസ് ആണ് നോക്കുന്നത്. അതിൽ സൈസ് ആൻഡ് എമൗണ്ട് റിലേറ്റ് ചെയ്തതാണ് ആദ്യം നോക്കുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് മൈക്രോ. മൈക്രോ മീൻസ് സ്മാൾ, അതായത് ചെറുത് എന്നൊക്കെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ മൈക്രോ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പ്, മൈക്രോ ഓർഗാനിസം പറയാം. ദെൻ സെക്കൻഡ് വൺ ഈസ് മാക്രോ അല്ലെങ്കിൽ മെഗാ. മാക്രോ അല്ലെങ്കിൽ മെഗാ എന്ന് പറഞ്ഞാൽ ലാർജ് എന്നാണ് അർത്ഥം, അതായത് വലുത് എന്നൊക്കെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മാക്രോ അല്ലെങ്കിൽ മെഗാ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് മാക്രോ ഓർഗാനിസംസ് പറയാം. മെഗാകാർഡിയ, മെഗാകോളോൺ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ദെൻ ദ തേർഡ് വൺ ഈസ് ഹൈപ്പർ. ഹൈപ്പർ മീൻസ് ഹൈ, അതായത് കൂടുതൽ എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ പറയുന്നത്. അതിന് എക്സാമ്പിൾ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ ഗ്ലൈസീമിയ. Then the fourth one is hypo. Hypo means low, അതായത് കുറവ് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഹൈപ്പോ തൈറോയിഡിസം പറയാം. Then the fifth one is യു ഓർ നോർമോ. യു അല്ലെങ്കിൽ നോർമോ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ്. അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് യുപ്പീനിയ, അതായത് നോർമൽ ബ്രീത്തിങ്. യൂഗ്ലൈസീമിയ, ദാറ്റ് ഈസ് നോർമൽ ബ്ലഡ് ഷുഗർ. ദെൻ നോർമോ ടെൻഷൻ, അതായത് നോർമൽ ബ്ലഡ് പ്രഷർ. ഈ നോർമൽ എന്നൊക്കെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ യു അല്ലെങ്കിൽ നോർമ കൊടുക്കുന്നത്. ദെൻ ദ സിക്സ്ത് വൺ ഈസ് പാൻ ഓർ ഒമ്നി. പാൻ അല്ലെങ്കിൽ ഒമ്നി എന്ന് പറഞ്ഞാൽ ഓൾ അല്ലെങ്കിൽ എൻറ്റയർ എന്നൊക്കെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പാൻ അല്ലെങ്കിൽ ഒമ്നി കൊടുക്കുന്നത്. സോ എക്സാമ്പിളായിട്ട് പാൻസൈറ്റോപീനിയ, അതായത് ഡിക്രീസ്ഡ് ഓഫ് RBC, അതായത് RBC സെൽസിൻ്റെ കുറവ് കാരണം വരുന്ന ഒരു കണ്ടീഷനാണ് പാൻസൈറ്റോപീനിയ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് മെഗാലോ. മെഗാലോ മീൻസ് ബിഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാക്രോ അല്ലെങ്കിൽ മെഗാ മീൻസ് ലാർജ്, അതുപോലെയാണ് മെഗാലോ എന്ന് പറഞ്ഞാലും ബിഗ് എന്നാണ് അർത്ഥം. അത് നമുക്ക് എക്സാമ്പിളായിട്ട് മെഗാലോ സെഫാലി പറയാം. സോ നെക്സ്റ്റ് നമുക്ക് കളർ റിലേറ്റഡ് ടേംസ് നോക്കാം. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നതാണ് ആൽബം, ലൂക്ക് ഓർ ലൂക്കോ. ഇത് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളറ് വൈറ്റ് ആണ്. സോ ഇതിന് നമുക്ക് എക്സാമ്പിളായിട്ട് ആൽബിനോ, ആൽബുമെൻ്റ്, ലൂക്കോപ്ലാക്കിയ, ലൂക്കോസൈറ്റൊക്കെ കൊടുക്കാം. സോ ആൽബം, ലൂക്കോയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളറ് വൈറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് മെലാൻ ഓർ മെലാനോ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളറ് ബ്ലാക്ക് ആണ്. സോ നമുക്ക് എക്സാമ്പിളായിട്ട് മെലാനോസൈറ്റ്, മെലാനിനൊക്കെ കൊടുക്കാം. ദെൻ ദ തേർഡ് വൺ ഈസ് ലുട്ടിയോ ഓർ ഫ്ലേവൻ. ലുട്ടിയോയും ഫ്ലേവും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളറ് യെല്ലോ ആണ്. അതിന് എക്സാമ്പിൾ ഫ്ലേവോ ബാക്ടീരിയൽ, ദെൻ കോർപ്പസ് ലൂട്ടിയം, ഇതൊക്കെ ലൂട്ടിയോ ഓർ ഫ്ലേവിന് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം. ദെൻ ദ ഫോർത്ത് വൺ ഈസ് എറിത്ര ഓർ എറിത്രോ. ഇത് സൂചിപ്പിക്കുന്നത് റെഡ് കളറിനെയാണ്. എക്സാമ്പിളായിട്ട് എറിത്രോസൈറ്റ്, എറിത്രോഡേമ ഒക്കെ പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സയാൻ ഓർ സയാനോ. സയാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലൂ കളറിനെയാണ്. എക്സാമ്പിളായിട്ട് സയാനോസിസ് ഒക്കെ പറയാം, അതായത് നമ്മുടെ നെയിൽസ് ബ്ലൂ ആയിട്ട് മാറുന്ന ഒരു കണ്ടീഷനെയാണ് സയാനോസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്ലോർ ഓർ ക്ലോറോ. ക്ലോറോ മീൻസ് ഗ്രീൻ കളറിനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ക്ലോറോഫില്ല് കൊടുക്കാം. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ക്രോം ഓർ ക്രോമോ. ക്രോമോ മീൻസ് കളർ എന്നാണ് അർത്ഥം. അതിന് നമുക്ക് എക്സാമ്പിൾ ക്രോമം പറയാം. സോ നെക്സ്റ്റ് പോർഷനാണ് നെഗറ്റീവ് ടേംസ്. നെഗറ്റീവ് ടേംസിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എ ആണ്. എ മീൻസ് വിത്തൗട്ട് എന്നാണ് അർത്ഥം. സോ ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് പനിയുടെ കേസ് പറയാം. പനിക്ക് നമ്മൾ ഫെബ്രൈൽ എന്നാണ് പറയുന്നത്. സോ പനി ഇല്ല എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പറയാനായിട്ട് എ ഫെബ്രൈൽ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞ് എ എന്ന് വെച്ചാൽ വിത്തൗട്ട് എന്നാണ് അർത്ഥം. സോ എഫ്രബൈൽ മീൻസ് വിത്തൗട്ട് ഫ്യൂവർ എന്നാണ് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ആൻ. ആൻ എന്ന് വെച്ചാൽ ആബ്സെൻസ് എന്നാണ് അർത്ഥം. സോ ഇവിടെ നമുക്ക് അനീമിയ, അനസ്തേഷ്യയൊക്കെ പറയാം. പിന്നെ ആൻറ്റി എന്ന് വെച്ചാൽ എഗെയിൻസ്റ്റ് ആണ്. സോ ഇവിടെ എക്സാമ്പിളായിട്ട് ആൻറ്റിബോഡി, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ പറയാം.
ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൺട്ര. കോൺട്രേനെയും നമ്മൾ എഗെയിൻസ്റ്റ് എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ എക്സാമ്പിൾ നമുക്ക് കോൺട്രാസെപ്ഷൻ ഒക്കെ പറയാം. സോ ആൻറ്റി എന്ന് പറഞ്ഞാലും കോൺട്ര എന്ന് പറഞ്ഞാലും എഗെയിൻസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഡി. ഡി മീൻസ് റിമൂവൽ എന്നാണ് അർത്ഥം. അതായത് ഇപ്പം ടോക്സിൻ്റെ റിമൂവലിനൊക്കെ നമ്മൾ ഡീടോക്സിൻ എന്ന് കൊടുക്കാം. അതായത് ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ റിമൂവൽ എന്നാണ് അർത്ഥം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്. ഡിസ് എന്ന് പറഞ്ഞാലും റിമൂവൽ എന്നാണ് അർത്ഥം. എക്സാമ്പിളായിട്ട് നമുക്ക് ഡിസ്ഇൻഫെക്റ്റഡ് എന്നൊക്കെ പറയാം. സോ ഇവിടെ ഡിയും ഡിസും റിമൂവൽ ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ഇന്നെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും അണ്ണെന്ന് പറഞ്ഞാലും നോട്ട് എന്നാണ് അർത്ഥം. ഇന്നിൽ നമുക്ക് ഇനാക്റ്റീവ്, ഇൻസോംനി എന്നൊക്കെ പറയാം. ഇമ്മിലെ ഇമ്മച്ചുവർ എന്ന് പറയാം. അണ്ണിലെ അൺകോൺഷ്യസ് എന്നൊക്കെ പറയാം. സോ ഇവിടെ ആൻറ്റിയും കോൺട്രയും എഗെയിൻസ്റ്റ് ആയിട്ട് സൂചിപ്പിക്കും. ഡിയും ഡിസും റിമൂവൽ ആയിട്ട് സൂചിപ്പിക്കും. ഇന്നും ഇമ്മും അണ്ണും നോട്ടായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നമ്പർ റിലേറ്റഡ് ടേംസ് നോക്കാം. പ്രൈം അല്ലെങ്കിൽ പ്രൈമി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നാണ് അർത്ഥം. എക്സാമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസി പറയാം, അതായത് പ്രൈമി ഗ്രാവിഡ. ദ നെക്സ്റ്റ് വൺ ഈസ് യൂണി. യൂണി മീൻസ് 1 എന്നാണ് അർത്ഥം. ഞാൻ എക്സാമ്പിൾ യൂണിസെല്ലുലാർ പറയാം. നെക്സ്റ്റ് വൺ ഈസ് മോണോ. മോണോ മീൻസ് 1. നമുക്ക് എക്സാമ്പിളായിട്ട് മോണോപ്ലാജിയ പറയാം. സോ യൂണി എന്ന് പറഞ്ഞാലും മോണോ എന്ന് പറഞ്ഞാലും 1 എന്നാണ് അർത്ഥം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബൈ. ബൈ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. എക്സാമ്പിൾ നമുക്ക് ബൈപോളാർ പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡൈ. ഡൈ എന്ന് പറഞ്ഞാലും 2 എന്നാണ് അർത്ഥം. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഡൈസാക്രൈഡ് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിപ്ലോ. ഡിപ്ലോ എന്ന് പറഞ്ഞാലും 2 എന്നാണ് അർത്ഥം. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഡിപ്ലോപ്പിയ, ഡിപ്ലോയിഡൊക്കെ പറയാം. സോ ഇവിടെ ഡൈ എന്ന് വന്നാലും ഡിപ്ലോ എന്ന് വന്നാലും ബൈ എന്ന് വന്നാലും 2 എന്നാണ് അർത്ഥം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ട്രൈ. ട്രൈ എന്ന് പറഞ്ഞാൽ 3, അതായത് 3 എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ട്രൈ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ട്രമെസ്റ്റർ പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോഡ്രി അല്ലെങ്കിൽ ടെട്ര. കോഡ്രി എന്ന് പറഞ്ഞാലും ടെട്ര എന്ന് പറഞ്ഞാലും 4 എന്നാണ് അർത്ഥം. നമുക്ക് എക്സാമ്പിളായിട്ട് കോഡ്രിപ്ലേജിയ, ടെട്രാസൈക്ലിനൊക്കെ പറയാം. നെക്സ്റ്റ് വൺ ഈസ് പെൻഡ. പെൻഡ എന്ന് പറഞ്ഞാൽ 5, 5 എന്നാണ് അർത്ഥം. എക്സാമ്പിളായിട്ട് പെൻഡാവാലൻ്റ് വാക്സിൻ പറയാം. നെക്സ്റ്റ് വൺ ഈസ് ഹെക്സ. ഹെക്സ മീൻസ് 6, 6 എന്ന നമ്പറിനെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഹെക്സ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മൾട്ടി. മൾട്ടി മീൻസ് മെനി എന്നാണ് അർത്ഥം. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് മൾട്ടി സെല്ലുലാർ പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോളി. പോളി ആൾസോ മീനിങ് മെനി എന്നാണ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പോളിസാക്രൈഡ്, പോളിയൂറിയൊക്കെ പറയാം. സോ മൾട്ടി എന്ന് പറഞ്ഞാലും പോളി എന്ന് പറഞ്ഞാലും മെനി എന്നാണ് അർത്ഥം. നെക്സ്റ്റ് വൺ ഈസ് ഹെമി. ഹെമി മീൻസ് ഹാഫ് എന്നാണ് അർത്ഥം. എക്സാമ്പിളായിട്ട് ഹെമിപ്ലേജിയ പറയാം. ആൻഡ് ആൾസോ സെമി എന്ന് പറഞ്ഞാലും ഹാഫ് എന്നാണ് അർത്ഥം. സോ ഹെമിയും സെമിയും ഹാഫിനെ സൂചിപ്പിക്കുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഒലിഗോ അല്ലെങ്കിൽ സ്കാൻഡി. ഒലിഗോ എന്ന് പറഞ്ഞാലും സ്കാൻഡി എന്ന് പറഞ്ഞാലും ഫ്യൂ അല്ലെങ്കിൽ വെരി എന്നാണ് അർത്ഥം വരുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഒലിഗോ യൂറിയ, ഒലിഗോ സാക്രൈഡൊക്കെ പറയാം. നെക്സ്റ്റ് പോർഷൻ ഈസ് ടൈം ഓർ ഡിഗ്രി. അവിടെ ആദ്യം വരുന്നത് സൂപ്പറാണ്. സോ സൂപ്പർ മീൻസ് എക്സസ് എന്നാണ് അർത്ഥം വരുന്നത്. അവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് സൂപ്പർ ബഗ് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർ. ഹൈപ്പർ നമ്മൾ നേരത്തെ സൈസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഹൈ എന്നാണ് അർത്ഥം. ആൻഡ് ആൾസോ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലോ എന്നാണെന്ന് നമ്മൾ നേരത്തെ സൈസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെറ്റ. മെറ്റ മീൻസ് ബിയോണ്ട് എന്നാണ് അർത്ഥം. സോ ബിയോണ്ടിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ മെറ്റ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് മെറ്റാസിസ് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രോ. പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നാണ് അർത്ഥം. ആൻഡ് പ്രീ എന്ന് പറഞ്ഞാലും ബിഫോർ എന്നാണ് അർത്ഥം. ആൻഡ് ആൾസോ ആൻറ്റി എന്ന് പറഞ്ഞാലും ബിഫോർ അല്ലെങ്കിൽ ഫോർവേഡ് എന്നാണ് അർത്ഥം വരുന്നത്. സോ പ്രോ എന്ന് പറഞ്ഞാലും പ്രീ എന്ന് പറഞ്ഞാലും ആൻറ്റി എന്ന് പറഞ്ഞാലും ബിഫോറിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പ്രോബയോട്ടിക്, പ്രീ ക്യാൻസർ, പ്രീ ടൈം ബേബി, ആൻറ്റിനേറ്റലൊക്കെ പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ്. പോസ്റ്റ് സൂചിപ്പിക്കുന്നത് ആഫ്റ്ററിനെയാണ്. സോ ആഫ്റ്ററിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് പോസ്റ്റ്.
എക്സാമ്പിളായിട്ട് പോസ്റ്റ് ടൈം ബേബി പറയാം. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് നൊക്റ്റ്. നൊക്റ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് എന്നാണ് അർത്ഥം. സോ നൈറ്റിനെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് നൊക്റ്റ് യൂസ് ചെയ്യാം. എക്സാമ്പിളായിട്ട് നൊക്ടൂറിയൊക്കെ നമുക്ക് പറയാം. നൊക്ടൂണൽ ഇതൊക്കെ നൊക്റ്റിൽ വരുന്ന എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് പോർഷൻ ഈസ് സ്പീഡ്. സ്പീഡിൽ വരുന്നത് 2 ടേംസ് ആണ്. അതിലൊന്നാമത്തത് ടക്കി. ടക്കി മീൻസ് റാപ്പിഡ് അല്ലെങ്കിൽ ഫാസ്റ്റിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ടക്കി യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ടക്കി കാർഡിയ, ടക്കി പീനിയ, ഇതൊക്കെ ടക്കീൻ്റെ എക്സാമ്പിളാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ബ്രാഡി അല്ലെങ്കിൽ ബ്രാക്കി എന്ന് പറയുന്നത്. അത് സൂചിപ്പിക്കുന്നത് സ്ലോ ആണ്. സോ സ്ലോയിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ് ബ്രാഡി അല്ലെങ്കിൽ ബ്രാക്കി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ബ്രാക്കി കാർഡിയ, ബ്രാഡി പീനിയൊക്കെ പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി പോർഷൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്.